ചെറുതെല്ലാം റീച്ച് ആയി. മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഈ പിള്ളേരൊക്കെ ഡൊണേഷൻ സ്റ്റാർട്ട് ചെയ്യും. നോക്കാം, മോണിറ്റൈസേഷൻ ഉള്ള ഒരു 1000 സബ് കിട്ടി കഴിഞ്ഞാൽ സെറ്റാണ്. ഞങ്ങൾ നോക്കട്ടെ. അതുകൊണ്ട് അപ്പെക്സ് മൊബൈൽ ഒന്ന് നോക്കി നോക്കും. സ്ട്രീം സെറ്റായിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ ഫോണിന്റെ കൂടെ മറ്റേ കൂൾ സിസ്റ്റം ആ സാധനം. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. Through the highways. Hello. Are there 2 banners in the first half of the version? Yeah, bro. Sure, and copyright song. എടാ എനിക്കറിയാൻ പാടില്ല, ഞാൻ NCSൽ കയറി വെച്ചതാ. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ വെച്ചിട്ടങ്ങ് പോയതാ. കുഴപ്പമില്ല, അടിക്കുവാണെങ്കിൽ മ്യൂസിക് റിമൂവ് ചെയ്തുള്ള നമുക്ക് പിന്നെ. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. റിയൽ നെയിം റിയലി വിഷ്ണു, അത് നിനക്കത് അറിയാൻ പാടില്ലായിരുന്നോ? $5:30 അല്ലേ? 5:30 വരെ നമുക്ക് ഡെയിലീസ് ഒക്കെ ചെയ്തിരിക്കാം. ആൻഡ് കൈറ്റോ പറഞ്ഞതുപോലെ എനിക്കും വലിയ ഹോപ്പും എല്ലാം പോയി ഈ ഡിലേ ഒക്കെ ആയിട്ട്. എനിക്ക് ബാർബറ നോയൽ ആൻഡ് യാൻഫി കൺഫേംഡ് ആണോ? അതിൻ്റെ ലീക്ക് ഇതിറങ്ങിയോ? ലൈക്ക് ബാനർ ഫോട്ടോ ലീക്കായോ? ഞാൻ കണ്ടില്ല. ഇറങ്ങിയായിരുന്നോ? കിരണാണ് സീൻ. ഈ ബാർബറയും യാൻഫിയും അവന്റെ C6 ആണ്. ആക്ച്വലി യാൻഫെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് C6 ആക്കാൻ പറ്റുമെന്ന് നോക്കാം. C4 കിട്ടിയാലും ലൈക്ക് നല്ലതായിരുന്നു. നോട്ട് പുള്ളിങ് ഓൺ ബോത്ത് ബാനേഴ്സ്.
Love getting 2 or 3 noils. Noil. Anyone check if Rockstar Social Club is working? Ah, 刀は技を支え working only. I will for cookies with Ito banner. 刀はお茶と同じく Cookie second phase ഉണ്ടാവുള്ളൂ. Oh no, I got to start it again. Mine says no internet or something. അതെന്താ അങ്ങനെ? Hey, this is not clicking, man. The click. എന്ത് കോപ്പിൽ ഇവന്റ് ആണിത്? ക്ലിക്ക് ആണല്ലോ. എടാ ഇത് ക്ലിക്ക് ആവുന്നില്ലടാ. എടാ ഇത് ക്ലിക്ക് ആവണല്ലോ, അതാണ്. സ്പേസ് തന്നെ ആക്കണായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇല്ലല്ല, രണ്ടും ആവുന്നില്ല. ഉണ്ടോ അവിടെ? ഓഫ്. എടാ ഓർഡർ മനസ്സിലായി, ഓർഡർ ഞാൻ നോക്കുന്നുണ്ട്. ഇത് ക്ലിക്ക് ആവണ്ടേ? ബാക്ക് ഇൻ എ ബിറ്റ്. കൈറ്റോ എല്ലാ ലൈവ് സ്ട്രീമിലും നിന്നെ കാണാൻ കിട്ടില്ല. കീബോർഡ് കയറ്റം എല്ലാ ലൈവ് സ്ട്രീം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ പരിപാടി ആകുമ്പോൾ ആളെ കാണാൻ കിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഓ ഐ എം ലേറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അതിന് മുന്നേ ഞാൻ ആ ഗെൻഷിൻ്റെ ട്വിച്ച് ചാനലൊക്കെ ഒന്ന് എടുത്ത് വെച്ചേക്കട്ടെ. ശരി, എന്തോന്നത്? പായസേ എവിടാണ്? കുറെ കാലമായിട്ട് കണ്ടില്ലല്ലോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് KL48 ബ്ലഡ്. ഇത് നീ ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണോ? ബ്ലഡ് മസ് തന്നെയല്ലേ? ജിതിൻ ബ്രോ വെൽക്കം ടു സ്ട്രീം. ചെറിയ ബ്രേക്ക് എടുത്തു തന്നോ? വൈ മാൻ വൈ?
ബ്ലഡ് ബ്ലഡ് എന്ന് പേര് മാറ്റിക്കത് റൈഡ് നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ. ഈ സാധനം തീർന്നു. ってこそ本来の趣がわかるものです。 刀は技を支え、匠は宝を有す。 Some 5 ton, right? Okay. ഒരു 5:25 കഴിയുമ്പോഴേക്കും അത് എടുത്തിടാം.こののどかな時間がもっと増えると嬉しいのですが私って欲張りですね。ഇതൊക്കെ ദൂരെയാണോ? എന്താ ലൈവ് സ്ട്രീം സ്റ്റാർട്ട്സ് 5:30 ബ്രോ. 5:30. പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ 2.7? എനിക്കൊന്നും ഓർമ്മയില്ല. ഇത്രയും ഡിലേ ആയതുകൊണ്ട് തന്നെ വലിയ ഒരു വെയിറ്റിംഗ് സംഭവമൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഞാൻ 2.8 വെയിറ്റിംഗ്. 2.8 നമ്മുടെ മറ്റേ അയ്യോ അവൻ്റെ പേര് ഹേഷു. ഹരി ബ്രോ ഹായ്, വെൽക്കം ടു സ്ട്രീം. 2.7 ഹൈപ്പില്ല. അതെ ശരിക്കും എനിക്കുമില്ല. കസുഹ വേണ്ട, കസുഹക്ക് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റിംഗ്. 雪を前、この剣はわかるかい？雨描き方し表層よ、決し安全距離確認。サイウル失礼。സുമേർ സെപ്റ്റംബറിലോ? ഇത് ഇപ്പൊ മെയ്. ഹരി ബ്രോ, താങ്ക്സ് ഫോർ ദ സബ് ബ്രോ. സബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ これ ഒന്നും が旅 അടിച്ചില്ലല്ലോ. 人さんの普段の暮らしですか。またあなたに少し近づけた気がします。刀は സെപ്റ്റംബറിലൊക്കെ വരുമോ? മേ ബി. സുമേറൊക്കെ വന്നു കഴിഞ്ഞാലേ ഗെൻഷിനൊന്ന് പിന്നെയും. ഓ ഇപ്പോഴാണോ സൗണ്ട് എത്തിയത്? ഓക്കെ, എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു ആദ്യം. സ്ട്രീം ഗ്ലാസ് ഭയങ്കര സ്ലോ ആണല്ലോ. 3.0 സുമേറോ? അല്ല, 3.0 ഒക്കെ കഴിയുമ്പോഴേക്കും വാർക്ക വരില്ലേ? വാർക്ക വരുമോ?動くべきだ。この剣はわかるかい？雪を前。 Parka will be 3.1 or after. 命ずる天心直送。踊りなさい。6308式ユニット。神坂に അയ്യോ, അൾട്ടറിയാതെ കൊണ്ട് ഇട്ടു. 雪を前。形は精神ととも。股間をさい入れよ。表層よ、決し無双の風。失礼。 ആ വാർക്കയുടെ ലീക്ക്ഡ് പിക്സ് കിടക്കണത്
അതുള്ളതാണോ? അങ്ങനെയാണോ വാർക്ക ഇരിക്കണത്? 雪を前 Archive from card for oil. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു, ലൈക്ക് ഗ്രാൻഡ് മാസ്റ്റർ ജീൻ്റെ ഒരു വീഡിയോ. അതിനകത്ത് വാർക്കയുടെ കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കണേയാണോ? ബ്രോ വെബ്ക്യാം വന്നാ? എടാ ഞാൻ ആക്ച്വലി അടുത്ത മാസം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. നല്ലൊരു വെബ്ക്യാം വാങ്ങണം. ചിലപ്പോൾ ഞാൻ 1K അടിച്ചിട്ട് വെക്കാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇരുന്നത്. മേ ബി അതിന് മുന്നേ വെക്കും, അല്ലെങ്കിൽ 1K അടിച്ചിട്ട് വെക്കാം. The thing to do is not have any expectations. Elise ഒരെണ്ണം കൂടെ തീർക്കട്ടെ. ഒരെണ്ണം കൂടെ ഇല്ലേ? അവിടെ പോയി. ഓക്കെ, ഒരു 5:25 ആകുമ്പോഴേക്കും ടിച്ച് കയറി ഇരിക്കാല്ലേ? എല്ലാരും എന്താ പരിപാടി? No, I don't know him. 律令に従え。雪を前 Hey time. Working ആണോ? この件はわかるかい？命ずる。吸引テスト開始。安全距離。失礼。桜吹雪。വർക്കപ്പെടാ ലൈവിന്റെ ടൈമിൽ നീ ഉണ്ടാവോ? ആപ്പെക്സോ മൊബൈലാണോ ഗൈസ്? ഇന്ന് മൊബൈൽ സ്റ്റാർട്ട് ചെയ്യും ലൈവ്. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ ഗെൻഷിന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈൽ സ്ട്രീം ഉണ്ടാവും.星と深淵。無事今日の依頼を達成。സർവേ വന്നിട്ടുണ്ടല്ലോ 30,000-ന്റെ. മോറ ഇല്ലാത്തവരൊക്കെ പോയി ചെയ്യട്ടെ. ഈ പറഞ്ഞ ഇവിടെ ഇരിക്കണ എല്ലാവരുടെയിലും ആവശ്യത്തിലധികം മോറ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ലോഡ് ഓടിപ്പോ 2 മില്യണാ? ഇതുണ്ടോ എൻ്റെ ഇരിക്കണേ?
ആ എനിക്കറിയായിരുന്നു എല്ലാവരുടെ കയ്യിൽ ഇതുപോലെ ഉണ്ടാവും എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ 6K കിര നിന്റെ എവിടെ പോയി? അയാൾക്ക് ഗോറോ ടേക്കിട്ട് ഗോറോന് എത്രയാക്കി? എനിക്ക് ആൽബർഡോനെ വേണമെന്നുണ്ട്. ഫിഷൽ C2 2.8 ഫ്രീ ഫിഷൽ എന്ന് പറഞ്ഞത്? ആരായിരുന്നു പറഞ്ഞത് ഇന്നലെ? നോയലിനെ C6 ആക്കുവാണെങ്കിൽ ബിൽഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. Really lazy to build characters. എനിക്ക് മടിയല്ല, എൻ്റെ റെസിൻസ് ഇല്ല. ഇപ്പൊ നിന്റെ ഇരിക്കുന്നതിൽ ഒരു 46 റെസിൻ ഉണ്ടെന്നാണെങ്കിലേ ഞാനിപ്പോ ഇത് കുറെ പേരെ സെറ്റ് ആക്കാനുണ്ട്. ആക്ച്വലി ഷെൻഹേനെ ഞാനൊന്ന് അസെൻഡ് ചെയ്തിട്ട് ഇത് മാക്സ് ആക്കും, അവളുടെ ഇയും ക്യൂവും. അത് കഴിഞ്ഞ് ജീനോടെ ജീൻ്റെ ഇത് മാക്സ് ആക്കണം. എനിക്ക് ഷിൻചുവിൻ്റെ മാക്സ് ആക്കണം. ഷിൻചുവിനെ നമ്മൾ ചെയ്തിട്ട് പോയിട്ടില്ല, ഇത് എടുത്തില്ല. ഇനിയിപ്പോൾ ഷിൻചുവിനെ അസെൻഡ് ചെയ്യണം. ഇത് പോയി എടുത്തിട്ട് ഷിൻചുവിനെ അസെൻഡ് ചെയ്തിട്ട് അത് മാക്സ് ആക്കണം. യു ഹാവ് എ ഗുഡ് R2 ക്ലേമോറോ? ശരി എന്നാ. അത് ശരി, നിന്റെ അക്കൗണ്ടിലല്ല എൻ്റെ അക്കൗണ്ടിൽ വേണ്ടേ? 522 ആയല്ലേ? ഞാൻ ട്വിച്ച് എടുത്ത് വെച്ചേക്കാം. AR56 വന്നാ? ഞാൻ ഹാഫ് ആയതല്ലേ ഉള്ളൂ, ഇനി എത്ര കിടക്കണം ചെയ്യാൻ? അവർ ഓൺലൈൻ കയറട്ടെ. 5:24 5:30 തുടങ്ങുമായിരിക്കും. ചിലപ്പോൾ 30 കഴിഞ്ഞ് കുറച്ചുകൂടെ ആവുമായിരിക്കും. It is just like a normal day Genshin. Nothing special this version. 2.7 ഒന്നുമില്ല സ്പെഷ്യൽ. നമുക്ക് എന്തെങ്കിലും ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഏലാൻ്റെ ഇതൊക്കെ ഒന്ന് കാണാന്നേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ചുമ്മാ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒന്നും ഉണ്ടോ? നത്തിങ്ങോ? എലാൻ നോട്ട് ഹൈപ്പിൽ. എലാൻ ഞാൻ എന്തായാലും എടുക്കും. എലാനെ നോക്കിയിരിക്കും വേറെ എന്ത് സ്പെഷ്യൽ എന്നാ.
മേ ബി സ്റ്റോറി ക്വസ്റ്റ് ഓഫ് ചെയ്യാൻ അത് കാണുമായിരിക്കും, അതുണ്ടാവും. ഞാനെന്താ പറയാൻ വന്നേ? മറന്നുപോയി. ഇതൊരു കാര്യം പറയാൻ വന്നിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഒരു സംഭവം അവര് വെക്കാതിരിക്കില്ല. നമുക്കൊരു ഇതുള്ള എന്തെങ്കിലും കാണുമായിരിക്കും. മേ ബി എലൻ ആൻഡ് സുമേറു ആർക്കും റിലേറ്റഡ്, വെരി റിലേറ്റഡാ. അയാട്ട സ്റ്റോറി ക്വസ്റ്റ് ശോകമായിരുന്നു കേട്ടോ, ഭയങ്കര ശോകമായിരുന്നു. കൈറ്റോ ഇല്ലല്ലേ, കൈറ്റോ പോയി. അയാട്ടോ ഒരുമാതിരി ശോകം സ്റ്റോറി ക്വസ്റ്റ് ആയിരുന്നു കേട്ടോ, സീരിയസ്ലി. അവര് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരായിരിക്കും, നമുക്ക് നോക്കാം. ഐ ടുക്ക് 1 hour. വെയിറ്റ്, വാട്ട്? അല്ല, ശരിക്കും എത്ര നേരം ഉണ്ടായിരുന്നു അത്? ഞാൻ മറന്നുപോയി എത്ര നേരം ഉണ്ടെന്നുള്ളത്. സുമേറിനെ പറ്റിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരിതില് കൊണ്ടുവരുമെന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സ്നീപീക്ക് പോലെ. മോസ്റ്റ് ഓഫ് ദ ഡയലോഗ് ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്തതെന്ന് എനിക്ക് തോന്നണേ. ഭയങ്കര ബോറായിരുന്നു. ഇപ്പൊ തുടങ്ങും ബ്രോ, 5:30 തുടങ്ങും, 5:30 തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. അവര് ഓൺലൈൻ കയറിയിട്ടില്ല. 5:30 ആവട്ടെ. ലൈക്ക് റൈഡൻ ആൻഡ് എയുടെ എൻഡിങ്. അപ്പൊ കുളിക്കാൻ ഇനി നേരമല്ലാതെ ഈ മഴയത്തി വൈകുന്നേരം നീ കുളിക്കാൻ പോണേ? എന്ത് മഴയുടെ അവിടെ? തണുത്തിട്ടുണ്ടല്ലോ. ഗെയിമിക്കോ സ്റ്റോറി ക്വസ്റ്റ് എനിക്ക് പകുതി ഓർമ്മ കിട്ടുന്നില്ല. എന്തായിരുന്നു ലാസ്റ്റ് ആ ഒരു എനിക്ക് മനസ്സിലായി. ആ ട്രീയുടെ അവിടെ നിന്ന് കുറെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നല്ല വിഷ്വൽ സീൻസ് ഒക്കെ ഉള്ളതല്ലേ ഗെയിമിക്കോടെ സ്റ്റോറി ക്വസ്റ്റ് എൻഡിങ്. കോളേജ് കഴിഞ്ഞ് എത്തിയുള്ളൂ, ഇവിടെ ചൂടാകുന്നു.シミュレート吸引テスト開始。6308式ユニット。എനിക്ക് സൂക്രോസിന്റെ അൾട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് അബൌട്ട് റെയിൻ ഹിയർ. ഇവിടെ മഴയാണ്, ഇവിടെ ഓൾറെഡി നല്ല മഴയാണ്. സമയം എന്തായി? 5:28. Shells. Yes. Lenki kashin. Kyōsou yo keshin tonaru. ഷൻഹയുടെ അൾട്ട് ഇടുമ്പോൾ ഈ ഒരു സർക്കിളിലെ ഇത് നൈസാ. 雨描きがたし。安全距離確認。6308式ユニット。എന്താടാ? എല്ലാരും തുടങ്ങിയില്ലല്ലേ? എല്ലാരും നോക്കിയിരിക്കണത് പ്രിമോസ് കിട്ടാൻ വേണ്ടിയല്ലേ? 2.7 2.7 എന്നല്ല, ലൈവ് സ്ട്രീമില്. അത് ഒന്നും പറയാനില്ല വയസ്സേ. കസുകയുടെ ആൾട്ട് ആ ഒരു ഫുൾ ആ ഫീൽഡ് ആ ഒരു ഏരിയ മൊത്തം മാറ്റിമറിക്കും.
വേറൊരു ഇതാണ് കസുവട അൾട്ടിട്ട് കഴിഞ്ഞാൽ. ഞാന് പ്രീമോസ് ഡിസ്കോഡിൽ ഇടണോ ഇവിടെ പിൻ ചെയ്ത് ഒരെണ്ണേ പിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ലൈവ് ഗൈസ്. സ്റ്റാർട്ടഡ്. തുടങ്ങി. സൗണ്ട് ഓക്കെ ആണെങ്കിൽ പറയണേ. ഐ മീൻ കുറവുണ്ടോന്ന്. ലൈവ് കയറിയിട്ടുണ്ട്. പുട്ടിൻ ഡി സി അപ്പ്. Right, yeah, gotcha. And judging from the lovely image we have here, there'll be lots of other characters also making appearances this time around, so I'm sure it's going to be quite the party. Yeah, for sure. And on. travelers will definitely be seeing some familiar faces appearing alongside our new characters as we all delve into the chasm. The chasm, very mysterious. Yeah, I'm already super excited, and I'm sure everyone else is too. So let's kick things off with our brand new trailer for version 2.7, Hidden Dreams in Yo the guys, Depths. Roll tape! all set. My father, he's thinking of stepping down from the Tianshu position. I first met Yelan when she was very young. Yelan. Even back then, she was extremely tough, and she kept her cards close to her chest. The day the chasm was unsealed, I put in a request to be transferred here, so I could finally learn the truth of what happened back then. Oh, Shao. Everything is chaotic here. Oh man. If you stay here too long, Secondada. this space may well devour you. Does that mean even Shao can't sense our presence here? Something seems to have been activated inside the fantastic compass. I fear that this problem underground is bigger than we thought. Ambo. Just focus on taking care of yourselves. I'll figure out the rest. Yelan. Gotcha! Busted! Here comes the catch. Maybe I should make better use of my time. Our bond is strong. Stand with me. Lightning, purify! No, it's still alive. Why would you become like this? And ammo. That sounds like Shao! Could he be in trouble? They No way! see. Was that who I think it was? Something's not right. Something's wrong with this domain. Kandu. Leave now! Get out of there! കണ്ടില്ല, അവന് തോന്നിയതാണ് ഇനി. I lured you here to this underground space because I found your weakness. Die here with me. That is too deep. എത്ര ഉള്ളിലാതാ സ്ഥലം. ഗൈസ്, പ്രിമോ കിര, നിനക്കിത് ഇതിലിടാൻ പറ്റുവാടാ? ചാറ്റില് പിന്നെ ഇതിടാനാ? ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡി സിയിൽ ഇപ്പൊ തന്നെ ഇടണോ? എടാ 3 എണ്ണം ഉണ്ടാവില്ലേ? 3 എണ്ണം തരുമായിരിക്കും. ഡിസ്കോഡ് അവിടെ. Ooh, how dramatic was that? Yeah, for real. Wow. Yeah, no kidding. Xiao's voice sounded a little odd in the trailer, so I hope he's okay. Yeah.
And it looks like we also get to see some more of Lumine or Ether, depending on which twin you chose. And I'm not gonna lie, guys, we have so much stuff to introduce to everyone today. I'm pretty sure that everyone's waiting to see all these new characters and what their new event wishes will be, so let's get started with that. Yeah. Yes, start. എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കാം ബാ. In the early part of version 2.7, our new playable character, Yelan, will be appearing in her own event wish. At the same time, our old buddy Xiao will also be returning for a rerun in his event wish. Old buddy Xiao. In the later part of version 2.7, Arataki Ito, that's me, will be making a return alongside his deputy leader, Kukishinobu, in his own event wish. Kukishinobu. She's a dreamboat. She can do anything. Also, in terms of weapons, travelers can expect to see an all-new weapon banner featuring the new 5-star bow, Aqua Simulacra. And that covers the new event wishes for version 2.7. Next, we have a quick trailer to give us a preview of the first of our new characters, Yelan. Okay. Roll tape! Yelan. കാണാം. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഈ മ്യൂസിക് കുഴപ്പമില്ല. Hello, traveler. Call me Yelan. I think you may need my help, and I just so happen to be interested in some information you have. A mysterious in other person. words, ഇപ്പോഴും you അങ്ങനെ scratch തന്നെയാണോ my കൊടുത്തത്? back, I'll scratch yours. അതെ, ഈ മ്യൂസിക്. Cool. I like that dice move. I really like how she turns invisible. It's like my favorite part. Yeah, I love how swift her movements are. Like, Get some music, and that yeah? dash? Yeah, super cool. Totally. That's dope. And what a silky smooth voice. Aw, shucks. Actually, So many of you may already recognize Yelan from when she appeared in the chasm. Her archery skills are pretty impressive. So, Laura, would you mind lifting the veil on this mysterious character? Of course. Yelan is the mysterious owner of the Yenshang Tea House in Liyue. Definitely not the first mysterious tea house owner we've met. That's right. Would you look at that? Seems like running a tea house can be a pretty confrontational job in Teyvat. Yeah, I guess so. Actually, though, being a tea house owner is not the only identity Yelan has. In fact, you could say that Yelan is a person with many different faces. She relies on her acting skills to naturally blend into any social setting, pull some strings to guide the course of events, and then, poof, disappear before anyone's noticed. Her activities have taken her across the other nations of Teyvat, and even to the Abyss. All right, nice. So she also travels around Teyvat, like the Traveler. Well, yeah, but maybe a little more dangerous looking than our Traveler? Hey, the Traveler can be dangerous. Well, Yelan prefers the thrill of exploring dangerous places and living on the edge a little. Interesting. If you ask me, Yelan is starting to sound more like a special agent type of character. Well, sounds like you are following the clues, Zach. Yelan is actually a special intelligence officer that reports to Ningguang, and she serves as a reliable line of defense in protecting Liyue. Even those on the inside like Ganyu don't know the full extent of Yelan's duties. So in other words, Yelan works under Ningguang? Kinda, but I wouldn't put it quite like that. To Yelan, her relationship with Ningguang isn't about rank, it's more about a collaboration. Ningguang arranges dangerous work, and Yelan brings her the resulting intel. Sounds so secretive. I'm kind of curious about how these two started working together. Yeah, me too. Yeah, well, we'll just have to wait and see. Speaking of her work, Yelan keeps tabs on any extraordinary individuals she comes across and puts them on a list. It wouldn't surprise me if we even found the Traveler on her list. And that she's been keeping a close eye on them. Like, underground. Wait, are you serious? Maybe.
Maybe not. Anyway, as someone who works in special intelligence, Yelan is a master of disguise and an expert at seeing through people and understanding what they're dreams thinking. in the depths. So, if you'd like to see how Yelan operates in tough scenarios and works to uncover the truth, then be sure to check out her story quest, Umbrabilis Yelan's story Orcus quest. Chapter, dropping in version 2.7. Sweet. Okay, so now that we've heard a little bit about Yelan's background, how about we talk about her combat capabilities? Let's do it! Yelan wields a bow and manipulates a Hydro Vision, and in combat, she's a Hydro DPS character that combines rapid attacks with agile mobility. She's an expert at weaving in and out of dangerous situations by swiftly moving across the battlefield and rejoining the fray with powerful attacks. She's so agile. You know, she may move as gracefully as a flower petal in the wind, but do not cross her. She is a beast with that bow. After a short time out of combat, Yelan will enter a breakthrough state, which will cause her next charged aim shot to have decreased charge time. And once charged, she can fire a breakthrough barb that will deal AoE hydro damage. Yelan's speed becomes quickly apparent in her elemental skill, Lingering Lifeline. Tapping or holding the skill button allows her to move rapidly using her lifeline, marking opponents along her path. When her rapid move ends, the lifeline will explode, dealing hydro damage to marked targets. Yelan also has a fixed chance to reset her breakthrough state, based on the number of opponents marked. Ooh, cool. So we'd better try to mark a whole crowd of enemies to maximize the damage. Her elemental burst, Depth Clarion Dice, deals AoE hydro damage and creates wondrous dice, which aid her in battle. The dice follow the character around and will initiate a coordinated attack when your active character uses a normal attack, and each time Yelan's lifeline explodes and hits opponents. With Yelan's passive talent, Adapt with Ease, the active character's damage increases over time while the dice are active. I'm telling you, do not mess with her. She sounds gnarly. Sounds like she could also fill a solid support role, too. Totally. Absolutely, yeah. Yelan also has another passive talent called Turn Control, which causes Yelan's max HP to be increased based on the number of elemental types that are present in the party. And finally, because of Yelan's understanding of the Liyue region, she gains increased rewards when dispatched on a Liyue expedition for 20 hours. Ah, that makes sense. Of course, even after sharing all this information, Yelan still has a lot of secrets. Travelers will have to spend more time with Yelan on their journey to learn more about her. She'll also be making an appearance in the new Archon Quest Interlude chapter coming in version 2.7. We'll have more details on that shortly, so don't miss it. Nice. And now, I think it's about time we introduce our second new character, Kukishinobu. Oh, she's the pride and joy of the Arataki gang. Second to Ito, of course. So let's see her in action. Ito. Ito'de alla Cookie. Deputy leader alle Ito'de. Avaru. It's a fourth attack is 2. That's charged speed up ആവും. And what was that? ഒന്നുകൂടെ നോക്കണം. പക്കാ HP build അല്ലേ ഇവൾക്ക് വേണ്ടേ? Just let me know if you ever find yourself in a pinch. I can help you out. Oh, wow. That's a spicy trailer. So cool. Yeah. I love the way she looks, like her color scheme and, of course, the green hair and the mask. Like, she looks super capable. Me too. Yeah, no, I love her design. I love that, like, lightning flowing around her and the swords, the way they go up in the air and go down. Well, you guys can see why she'd be an obvious addition to the Arataki gang. She's just that good. All right, leave the introduction to me, will you? Only after getting to know Shinobu can you really begin to fathom how important she is to the entire Arataki gang. Kukishinobu knows how to do almost anything and is constantly rescuing the boss, aka Ito, and fellow gang members from dangerous situations. With her help, the little wandering gang of misfits in Hanamizaka has become a skilled crew capable of taking on any kind of commission. Oh,
I think I see who's really running things in the gang. So the real question here is why would someone as competent as Shinobu ever choose to join the Arataki gang? Well, what are you trying to say, Zach? Oh, you know what I'm trying to say. No, I'm not exactly sure, but, let's move on. Anyway, we need to track the start of Shinobu's story back to her family. Turns out that her family has traditionally served as shrine maidens to Narukami for who knows how long. So you're saying she went from a strict family of shrine maidens to joining the Arataki gang? Yeah. Is that so surprising? That's a pretty big 180. Well, it just goes to show how much she's changed. When she was younger, Shinobu was sent as an understudy to the Grand Narukami Shrine, but after a certain incident, she started to doubt whether she was really suited for the strict life of a shrine maiden. So Shinobu decided to leave the path of her family behind and search for a path of her own. Out of curiosity and personal interest, she took the initiative to learn a variety of crafts and skills, and it wasn't long before she obtained many certificates. So many, in fact, that she can't even fit all her qualifications on a business card. For example, Shinobu even went to study law in Liyue, which is when she met Yanfei. So they know each other. Yanfei has some pretty random acquaintances. Yeah, Shinobu's had the chance to meet many people along the course of her studies, but because she wanted a free work environment, she's rejected countless work opportunities. She even passed on an opportunity from Kujo Tengu to work in the Tenryou Commission. Wait, they know each other too? And guess who she chose to be with? Oh. You can guess. Ningguang? It's the Arataki gang! Oh, yeah. That for some reason. I'm so excited. It's great. Okay, no one knows why. Moving on. All right, if you're interested in learning more about Kukishinobu and the Arataki gang, and I know you are, then be sure to check out Shinobu's very own hangout event in version 2.7. Not only will you get to see a day in the life of the Arataki gang, how exciting is that, but you'll also get to learn a lot more about Shinobu's past. And that's about all I can say for now. Travelers will have to check out the event to learn more. Okay, we've covered her backstory. Now let's see the Arataki gang's deputy leader kicking some butt in battle. Woo. Kukishinobu is a support character who wields a sword and uses her electrovision to both heal teammates and deal continuous damage from off the battlefield. She can do it all. Her unique skills allow her to sacrifice her own HP in combat in order to heal other party members. It's so sweet of her. It's selfless. Nice. It's generous. When she uses her elemental skill, Sanctifying Ring, she sacrifices a certain portion of her HP to create a grass ring of sanctification that'll heal friendly characters within it and deal continuous electro damage to surrounding opponents. After unlocking the passive talent Heart's Repose, her elemental skills healing and damage will be boosted based on Shinobu's elemental mastery. With another passive talent, Breaking Free, when Shinobu's HP is low, her healing bonus is increased. So, travelers will need to monitor her HP when using her skill. You don't want it to be too low, but at the same time, lower is also better. Definitely, yes. Shinobu's elemental burst, Gyoe Narukami Kariyama Right, creates a special field in front of her that deals continuous electro damage to opponents within it. And it goes without saying that Shinobu is amazing at carrying out expeditions. With the passive talent Protracted Prayers, she gains increased rewards when dispatched on an Inazuma expedition for 20 hours. So she knows how to bring home the bacon. Tasty? It is. It's very tasty. Let me tell you, man, Ito sure is lucky to have such a capable deputy leader. But the feeling is mutual, and Shinobu feels the members of the gang are also super important to her. They are her true family members, regardless of her rebellious nature. Although Shinobu has to bail them out of trouble over and over again, the gang is the only place she feels truly free and at peace. I think it's great that they found each other. Yeah, definitely. Well, I hope everyone is feeling pretty excited for these new characters. Yes. Oh boy, we covered a lot there. Yeah, definitely a lot. So, I think it's about time we roll out our next redemption code. Oh, next code. Redemption code. Roll out the redemption code. Sub DPS healer ആയിരിക്കും.
like healing. Oh, wait. അടുത്ത കോഡ് എത്തിയിട്ടുണ്ട്. ഗൈസ്, ഡിസ്കോഡില് ഗെൻഷിൻ മീഡിയ എന്ന് പറഞ്ഞ ഇതില് കോഡ്സ് ഇടുന്നുണ്ട് കേട്ടോ. Okay, the second code is here. ഒരെണ്ണേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. All right, welcome back, everyone. We're back. Yes. Woo. Next, we will be diving into some of the new events players can expect to see coming their way in version 2.7. Our first event not only includes our new Archon Quest interlude chapter, but will also contain a new challenge game mode. The event's called Perilous Trail. The Archon Quest will be featuring a very unique cast of characters as Yanfei, Yelan, Ito, and Shinobu team up with the Traveler when they become stranded deep in the chasm. And it's not long before we also discover that Xiao is also conducting an investigation of his own in the chasm. Investigation, you say? But it's coming soon. Because there's a lot of history and secrets buried within the chasm, including the story of how the people of Liyue fought off monsters 500 years ago. Yelan has been monitoring this place for quite some time, trying to find out the truth of what happened back then. It turns out that this piece of history is also related to her origins. The mystery. Yeah, the group will also find themselves facing a crisis in the chasm and will have to survive together in what will definitely be a thrilling experience. So from what's been revealed in the previous version, we know that there is a deep connection between the Yakshas and what happened in the chasm. It even seems that our vigilant Yaksha Xiao has some obsession with the area. It'll be interesting to see why he's in the chasm and what he's looking for down there. Travelers will have to follow Xiao's steps to learn more about the history that has been sealed there. As travelers play through the Archon Quest, the combat challenge Realms of Guile and War will also gradually become available. Travelers will need to constantly defeat enemies within a challenge domain. Completing 3 challenges will be counted as a round. The first 3 domains will consist of 3 rounds, and the last domain will have 6 rounds. What's unique about this event is that after each round, you have to rearrange your party according to the domain's rules. For example, in the Dire Cliff Court domain, only one member of the current party can be selected to continue on, while everyone else will enter recuperation mode and will be unable to fight. In another domain, Kaleidoscope Cage, 2 characters will be selected at random and will be unable to continue the fight. Interesting. So it looks like travelers will need to be prepared to face a variety of scenarios. Yeah, but I'm sure our travelers will come up with some teams and strategies to handle the challenges. Still, it sounds like they're gonna need to use a lot of characters. I don't know if everyone's leveled up quite so many. Oh, yeah, that's a good point. I know I gotta level up a lot of my characters. So it's important we mention that each of the domains will also have multiple trial characters prepared for travelers to use. And additionally, travelers may select and equip 3 stratagems per combat round that will provide buffs in battle. Oh, cool. Yeah. Travelers may consume stratagem shards they've collected in battle to redraw stratagems, or select a previously equipped stratagem for continued use. Stratagem shards may even be used to redeploy downed characters. With the help of all of these supporting mechanics, travelers can confidently try the challenges with different combinations of characters. Yeah, and in addition to exchangeable rewards in the event shop, everyone should remember to also collect rewards from the challenge quests on the event page. The rewards will include an event-exclusive 4-star bow called Fading Twilight. Ooh, fancy. Sounds cool. So you guys have got to check out this event. Oh, I definitely will. All right, our next event is called A Muddy Bazaar Adventure. This one also takes place down in the chasm.
darn Help us, mysterious Sumeru chasm. researcher, deal with So this crisis. For reasons unknown, some dark, mud-like substance has come pouring out of the caverns and mines of the chasm, and once again, the Sumeru scholar Hosseini has appeared to help us resolve the crisis. In this event, we will have to deal with constantly oozing dark mud, as well as monsters that have been Is strengthened this by its like effects. the Engonomiലുള്ള dark With the help of അതുപോലത്തെ Persina's ആണോ? spike, we'll need to clear the mud, weaken and defeat monsters, and let the spike purify the surrounding area while energizing itself. Attacks from monsters will disable the spike, so travelers must be sure to protect it. Also, when the spike is operating normally, using blooming light with a lumenstone adjuvant of a certain level will clear out nearby oozing concretions, granting the spike additional energy and speeding up the charging process. Nice. അതുപോലെ As the event progresses through different phases, uses for the spike will also change. For example, the spike could release shockwaves at intervals that attack opponents and dispel the buffs that those opponents possess. Also, the challenge objectives will change throughout the event. In some challenges, travelers may have to defeat the enemies in a limited amount of time, while in others, travelers will have to escort a hot air balloon to its destination while clearing out dark mud along the way. Oof. In the last phase of the event, travelers will have to clear dark mud and defeat monsters to reach a high score. In this challenge, powerful opponents will appear and travelers may defeat them to earn more points. Travelers will need to be careful of the dark mud as it drains HP and affects our ability to move. So be sure to stay safe and make quick work of any enemies you encounter. Keep yourself alive! Yeah. I'm up! So, Okay. you guys remember how I said that അടുത്ത event. Shinobu studied law in Liyue before? Well, to celebrate her graduation, we're holding a special event. The almighty Arataki Great and Glorious Drum Along Festival, Okay, which, ഇപ്പൊ in case you മൂന്നെണ്ണായില്ലേ, didn't catch മൂന്ന് that, event. is going to be another rhythm game event. Yes, rhythm game, rhythm game. Rhythm game! Rhythm game! എന്താ Yep, മോയെ, and we're going to be shaking things up a little from the previous music games. This time, travelers will be receiving a drum, so the game will be changing to a playstyle that is a little more suitable for a percussive feel. It'll probably be best if we just show the travelers how it works, so let's take a look at how to play. Genshin ban. ദേ, All right, here we go. Yes, pro mode. That's the only kind of rhythm game I want to play. Let's go, Oh, drum in no. hand. All right, it's like one of the semicircle style ones. Yeah. I can get behind that. Okay, so you gotta use two hands. All right. I mean, some people do them one-handed, but I can't imagine doing that personally. Yeah, it's tough for me. We're seeing a lot of single notes, Yep, we got got the the hol- we got the the taps holds. and we got the You holds. You got tippy taps so and the that's good. holds. and then we have the double notes, too. You have to hold them down at the same time. Nice, multitasking. I'm really loving this. എനിക്ക് വയ്യ, എന്ത് നോക്കിയേ. This music is bopping. I know, right? That's what all the kids say. Bopping. Oh, tough, I think they complicated. missed one. Oh, they missed one. No. No. Combo Look at that breaker. combo. Double notes. Lots of double notes. ഡിഫിക്കൽട്ടി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല Like- രസമായിരിക്കും. Bopping my head to the music. I'm into this. ഇപ്പൊ തന്നെ ഏ 90 വട്ടം ഞെക്കി 90 times. Time to shine. Oh, how fun is that? Oh man, that looks so fun to play. Well, considering that travelers might be playing the rhythm game on a variety of That different reminds me devices, of in the Boom. designers have so kindly implemented a lag calibration function. രണ്ട് കൈ This use means ചെയ്ത് travelers can calibrate their device ചെയ്തുതരും. by tapping the screen when they hear the accented calibration. and can adjust the decision line until it roughly coincides with the note position they entered. Oh, By ഇത് making കുറച്ച് these little adjustments, travelers can improve the gameplay experience for ഇതിനനുസരിച്ച് each of ഒരു their വർഷം individual കിട്ടിയാൽ devices of playing എല്ലാ habits. ഇവന്റിലെയും പോലെ Also, we'll be able to adjust the note falling speed as well as the volume of the button sound when pressed. Additionally, more detail was given to how the system determines whether each note is counted as successfully hit
or missed. In this music game, travelers will have access to all 3 difficulties from the very beginning. So, travelers who are more confident in their drumming skills, such as myself, can clear the higher difficulties and still be able to collect the corresponding rewards for completing the lower difficulties as well. And just wait, I haven't even gotten to the coolest feature yet. Oh? As tunes are unlocked, a note editor mode will also be unlocked. Oh, cool. Create your own. All right, that is pretty cool. Travelers can freely edit the note positions in these tunes to create their own beat maps of the game's musical scores, which can then be shared with other people. Nice. Of course, in order to share your tunes with others, you will first be required to play the song and reach a specific rank to generate the share code. And finally, travelers will also find some special gifts and messages left by some familiar friends at the festival. So don't forget to check those out. Oh, I will. Oh, I know you will. All right, and last but not least, we have another interesting event. The aim of the event? Create a robot. Bet nobody saw that one coming. That's right, travelers will receive a material collector from a toy merchant from Fontaine. There are a total of 3 processes you must complete. Number 1, source material collection. Number 2, elemental charge. And number 3, core activation. Completing these processes will produce a robotic furnishing that can be placed in the Serenity Pot. The robots can have a variety of possible model types and animations, which will be determined by what you do during the 3 processes we just mentioned. There's even a chance to produce a special furnishing that can perform all 3 animations. Oh, nice! During the event, travelers will be able to claim a total of 4 robots from test model vouchers. If, say, you were unable to produce the model you wanted, you can use the trade function to send requests and obtain the product model that you need. So, who's excited to make some robots? I am! Yeah, I can't wait to see what everyone makes in this event. And that's it for the new events in version 2.7. Next, we have some important system updates and optimizations coming to the game. First, to help travelers on their adventures, the system designers have added challenge feature tips to the beginning of some high-level material domains. These will include some suggestions on how to quickly defeat the monsters in the domain, which might help travelers find the optimum team or strategy to efficiently clear it. Next, the system designers will be providing some detailed tips to help players train and strengthen their characters. When players open the Character Talents menu, they can use the newly added Talent Reference button to see talent priority recommendations based on the actual data of other active players. And by pressing the Attribute Reference button in the Character Artifacts menu, players can see the main attribute usage statistics for each artifact slot. The system designers wish to give everyone more intuitive data to reference while choosing how to strengthen each of your characters. Ooh, cool. So, yeah. That'll make it easier. The talent reference button looks super convenient. Like, it seems like it would be really helpful if you're kind of on the fence and you don't know which one to pick. You can see what everybody else has, like, done in the past. Oh, totally. Anyways, we also have another update regarding the game's music. During version 2.7, we will be releasing a new OST album, Millilith's Watch, which includes all the music composed by the Hoyo Mix team for the new Chasm area. Ooh, sounds cool. My favorite part of any game is the soundtrack, so I'm looking forward to hearing that. Yeah. Okay, next we have a new collaboration to announce to everyone. Genshin Impact will be teaming up with the Funko brand to release a series of Genshin Impact Funko Pops. Whoa! Yeah. The first wave will feature figurines of Paimon, Ether, the one I voice, and Lumine. These will be released as Funko Pop Asia bobblehead figures. Travelers who are interested can head to the official Funko website to be notified when the figures are released. Although you have to wait for the figures, you won't have to wait for the next redemption code. அடுத்த code. Next code.
300. അത്രേ ഉള്ളൂ 2.7. Holding the button will. Are we seriously at the end already? For real? That flew by. Yeah, but we actually covered a lot of content we today. Definitely. You know, we did cover a lot, didn't we? And as usual, please. I gotta ask you guys, how did you like being on the special program? Super fun. It was great. I love my little chibi. And I'm super excited to have gotten to give Yelan a formal introduction, so that's nice. And I'm really excited for people to meet Kuki. Yeah. Oh my gosh, there's so many things coming. Like the rhythm game. The rhythm game. Rhythm game. Yes. And building a robot. I'm excited for the storyline as well to see, you know, more of what I'm is waiting for the happening down there in the castle. There's a lot going on down there. പ്രത്യേകിച്ച് I guess that is it for today's special program. Thanks for watching, everybody, and we'll see y'all next time. Thanks, everyone. Bye. Bye, guys. അതിനു വേണ്ടി ഞാൻ വെയിറ്റിംഗ്. അങ്ങനെ അത് കഴിഞ്ഞു. Cool shirt. Thanks, man. Cool shirt. Yeah, I heard you. Thank you. What? Wasn't me. Cool shirt. Yeah, I know. You said that 2 times already. I didn't say anything. But that is a nice shirt. അത് കഴിഞ്ഞു. ഒന്നുമില്ല, വേറൊന്നുമില്ല. നമുക്ക് 4 ഇവന്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല പ്രിമോസ് എന്തായാലും കിട്ടും. പിന്നെ മറ്റേ ഇവൻ്റൊക്കെ കൊള്ളാം, രസമാണ് കണ്ടിട്ട്. പിന്നെ എല്ലാം സ്റ്റോറി ക്വസ്റ്റ്, ഷിനോബുവിൻ്റെ ഒരു ഹാങ് ഔട്ട്, പിന്നെന്താ പിന്നെ മെയിൻ ആർക്കൺ ക്വസ്റ്റ്. കുഴപ്പമില്ല, ആ ഇവൻ്റ് എനിക്ക് ലൈക്ക് കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നിയില്ല. ഇപ്പോൾ ഇവന്റിനെ ഒക്കെ നോക്കി എന്തിന് വെക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കോഡ്സ് അടിക്കട്ടെ. ഫസ്റ്റ് കോഡ് 100. സെക്കൻഡ് കോഡ് അയ്യോ പ്രൊഡക്ഷൻ കൂൾ ഡൗൺ. ഓക്കെ, ഇൻവാലിഡാ. ഞാൻ ഏത് ഗ്രൂപ്പിൽ വന്ന കോഡ് തെറ്റിപ്പോയോ? ഇതെന്താ ഇൻവാലിഡ് കാണിക്കണേ? ടൈം ഉണ്ടോ ഇനി? വെയിറ്റ്, വാട്ട്? Why it is showing invalid? അത് കിട്ടി. അതെന്താടാ സെക്കൻഡ് കിട്ടാത്തെ? കോഡ് ഇൻ ചാറ്റ്. ഞാൻ അത് കോപ്പി ചെയ്തിരുന്നു, അതാ കോപ്പി ചെയ്തേ ഇപ്പോ. Wait, what? ഞാൻ ഇതാണ് ഇനി ആദ്യം അടിച്ചത്, അല്ലല്ലോ മറ്റേതല്ലേ? Why it is showing like this? ഇത് ഞാൻ ഫസ്റ്റത്തെ ഞാൻ ഓൾറെഡി എടുത്തു. ഓൾറെഡി ഇൻ യൂസ്.
ഇതെന്താ എനിക്ക് സെക്കൻഡ് കോഡ് കിട്ടാത്തെ? എല്ലാവർക്കും കിട്ടിയോ? ആ കിട്ടി. ഫൈൻ കിട്ടി. അത് വേറെന്തോ ഗെൻഷിൻ്റെ എന്തോ അങ്ങനെ ഹിസ്റ്ററി ഒന്ന് നോക്കട്ടെ. സായി കിട്ടിയുള്ളൂ. ഞാൻ ആക്ച്വലി ഇപ്പോൾ വിഷ് ചെയ്യുന്നില്ല. എലൻ ബാനറിൽ വിഷ് ചെയ്തോളാം. റൊസാരിയുടെയും കോൺസ് എടുക്കാൻ ആക്ച്വലി ഞാനുണ്ടല്ലോ വിഷ് ചെയ്യുന്നില്ല. 50-50 ആണ്. 50-50 ആണ്. അയാൾക്ക് കിട്ടിയിട്ട് പിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. 19 ആണ് പിറ്റി. എനിക്ക് നോക്കട്ടെ. 19 തന്നെ അല്ലായിരുന്നോ? 19 ആണ്. 4th അല്ലേ? 19 നോക്കാം. ഞാൻ നിലവിലുള്ള ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ഫാം ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ നോക്കണത്. ഏലാൻ്റെ ഇതിറങ്ങിയോ എന്നുവെച്ചാൽ ആർട്ടിഫാക്ട്സും അസെൻഷൻ മെറ്റീരിയൽസും ഏലാൻ ഇതാണ് പ്രോസ്പെരിറ്റി ആണ് യൂസ് ചെയ്യണ ഏലാൻ. ഞാൻ പാടുപെടും. എനിക്ക് ഷാവോനെ ക്രൗൺ ചെയ്യിക്കാനുണ്ട്. ഷെനഹനെയും ക്യൂവും ലെവലപ്പ് ചെയ്യാനുണ്ട്. സീൻ അവസ്ഥയാവുമല്ലോ. ഇന്ന് 20 അല്ലേ? 31st അല്ലേ റിലീസ്? ഷെൻഹ ജീന അവിടെ. ഞാൻ അടുത്ത ഇത് ക്യാരക്ടറിനെ സെറ്റ് ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രോസ്പെരിറ്റി ഫാം ചെയ്യാൻ ഡൊമൈനില്ല. ഷിൻചു ഗോ ഫോർ ഷാവോ. എന്ത് കോൺസ്റ്റലേഷൻ എടുക്കാനാണോ നീ ഉദ്ദേശിച്ചേ? കിര നീ ഇവിടെ ഉണ്ടോ? ലൈവിലുണ്ടോ? ബിൽഡോ ഷവോനെ ഫസ്റ്റ് ചെയ്യണം. എടാ ഈ ഷിൻചുവിന്റെ ഫ്ലവർ എവിടെയൊക്കെയാ ഉള്ളത് നിനക്കറിയാമോ? നിന്റെ മാർക്കഡ് ആണോ ഈ സാധനം? സിൽക്ക് ഫ്ലവർ വൻഷുവിന് ലീ ഹാർബർ
ഇതാ സിറ്റി ഏരിയക്കകത്താണോ? നിനക്ക് ഈ സാധനം ആവശ്യമുണ്ടോ? ഞാനെന്നാ നിന്റെ വേൾഡിൽ വരട്ടെ. ഓ, ഇൻസൈഡ് സിറ്റിക്കകത്താണോ? ഓക്കേ, നീ ഓൺലൈൻ കയറിയിട്ട് പറ, ഞാൻ ഇതാക്കാം. വരാം. ഷിൻചുവിനെ ഒന്ന് അസെൻഡ് ചെയ്യിക്കണം. കാര്യം പറഞ്ഞ് ഞാനിപ്പോൾ റൈഡർ നാഷണൽ ടീം യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്കിപ്പോൾ ഏലാൻ വരുമ്പോൾ എനിക്ക് ഏലാനെ നോക്കിയാൽ മതിയല്ലോ. ഓൺലൈൻ ഉണ്ടല്ലേ? ഓക്കേടാ, ഞാൻ പറയാം. ഏലാൻ്റെ ആർട്ടിഫാക്ട്സ് ഏതൊക്കെയാന്ന് വല്ല ഇതും വന്നിട്ടുണ്ടോ? എല്ലാവരും ഓൺലൈനുണ്ടല്ലോ. കിറ്റു, നിർമ്മാണ, നോർഹാം. അയ്യോ, താഴെ പോയോ? ഒരു സെക്കൻഡ് ഏടാ, ഞാനിപ്പോ എന്തോ ഒരു കാര്യം നോക്കാൻ വേണ്ടി. ഒരു സെക്കൻഡ്. ഏലാൻ്റെ ഏലാന് നോബ്ലസ് കൊടുക്കുന്നതായിരിക്കുമോ ബെറ്റർ? കിര, ലെറ്റ്സ് ഗോ ലീവി. വാങ്ഷുവിൻ ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ എവിടെയാ നീ? എവിടെ, മേളിലാണോ? ടെറസിലാ? ഓ, ഇതാണോ? യെസ്, ഓർമ്മ കിട്ടി. മറന്നു. ഷിൻചുവിനെ പണ്ട് അസെൻഡ് ചെയ്ത് വെച്ച, അതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഗോട്ട് ഇറ്റ്. രണ്ടെണ്ണം വെച്ച് തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് വലിയ കഷ്ടപ്പാടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓ, സാറേ. For a few seconds. So, ഇവിടെ എത്ര ഉള്ളോ? എനിക്ക് സ്ഥലം അവിടെ അറിയാൻ പാടില്ലാത്ത, അതല്ലേ കുഴപ്പം. ഓക്കെ, കിട്ടി. എത്രണ്ണം വേണമെന്ന് ആദ്യം ഞാൻ ചെക്ക് ചെയ്യട്ടെ. 13 കൂടെ മതി. 13 മതി. There is one on the other side of the. ഇപ്പൊ ഞാൻ വന്നെടുത്തതല്ലേ? ഇതല്ലേ ഉള്ളൂ?
യെസ്. ആ അവിടെ ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട് മേളില്. യെസ്, മനസ്സിലായി. അവിടെ ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. そういえばうちの紹介の錦の傘は日傘としても雨傘としても使えないみたいだ。唯一の使い道は壁に飾るだけだよ。അല്ല ഇവിടെ കുറച്ചുണ്ട്. ഓ ഇവിടെ ഉണ്ട് കുറെ. ഓക്കേ. この剣はわかるかい？形は精神と共にあれ。ഇനി എന്തേലും പോയി എടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. 動くべきだ。 ഓ ഇവിടെ തന്നെ കിട്ടുന്നു തോന്നല്ലോ. മൂന്നെണ്ണം കൂടെ മതി. ഇവിടെ തന്നെ കാണും. അപ്പൊ ഷിൻചുവിനെ അസെൻഡ് ചെയ്തേക്കാം. ഈ ഹാർബർ എന്ന് പറഞ്ഞിട്ട് ഞാനിതിപ്പോ അങ്ങോട്ടാ പോകുന്നത്. ഇവിടെ അല്ല, മേളിലോട്ട് പോട്ടെ. ഈ ഏരിയയിൽ കാണും. അധിക നേരം ലൈവ് കാണില്ല ഗെൻഷിൻ. നമുക്ക് അപ്പെക്സ് ചെയ്യണ്ടേ. ഇന്ന് ലൈവ് സ്ട്രീം ഉള്ളതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ലൈവ് ഇട്ടുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. ലൈവ് സ്ട്രീം ഉള്ള കാര്യം ഞാൻ മറന്നേ പോയി. മതിയടാ, എനിക്ക് ഇനി എൻ്റെ വേൾഡിൽ പോയാൽ കിട്ടും. ഓക്കെ, ഞാനെന്നാ പോയിട്ട് സെറ്റാക്കട്ടെ കേട്ടോ. അയ്യോ, ഞാനിതെവിടെ വന്നേ? ഓഫ്, സീനൊക്കെ. ലീവൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കണം. കാണുന്നതെല്ലാം എടുത്തു വെച്ചേക്കാം, ആവശ്യം വരും. ഓക്കെ, into ascension time. മാക്സിമം അങ്ങ് ഇരുന്നോട്ടെ. 23 കുറയ്ക്കണ്ടല്ലോ. ഒരു സ്റ്റാൻഡേർഡ് ബാനർ വെച്ച് ചെയ്തേക്കാൻ വലിയ കാര്യമൊന്നുമില്ല. എത്ര എണ്ണം ഉണ്ട്? അടുത്ത 4 1 2 3 4 5 6 എണ്ണം ചെയ്തിട്ടുണ്ട്. 4 എണ്ണം ചെയ്ത് ആക്ച്വലി ഒരു 4 സ്റ്റാർ കിട്ടും. എൻ്റെ കയ്യിലാണെങ്കിൽ 4 എണ്ണത്തിനുള്ള വിഷുവുണ്ട്. വേണ്ട അല്ലേ? 4 സ്റ്റാറിന് പകരം വല്ല 5 സ്റ്റാർ കിട്ടിയാലോ എന്ന് വിചാരിച്ചാ. എൻ്റെ പിറ്റി എത്രയാ? ഞാൻ ചെയ്യുന്നില്ല, ചുമ്മാ നോക്കട്ടെ.
69 ബിറ്റ് ഏത് സ്റ്റാൻഡേർഡ് ബാനറോ? അടിപൊളി. അയ്യേ 11 എൻ്റെ ബിറ്റ്. I got 20 PT standard banner. Gold. ഒരു സെക്കൻഡ്. Maybe get a 5-star weapon. PJ സ്റ്റാൻഡേർഡ് ബാനറിൽ കിട്ടും. അതാണ് കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. Park. Hi bro, hi. Welcome to the stream. Five from shop, 5 from BP. ഇതിനും ഗോൾഡ് വേണമല്ലേ? PJ ഷിൻസുവിന്റെ ഷിൻസുവിനെ ഇപ്പൊ ഞാൻ ലെവലപ്പ് ശരിക്കും പറഞ്ഞാൽ ഷിൻസു എനിക്ക് ബിൽഡ് ചെയ്യണം. ഡൊമൈൻ ഇല്ല. കാരണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് ഡൊമൈൻ ഉണ്ടാവില്ല. ആരെങ്കിലും ഇത് ചെയ്യാൻ വരുന്നുണ്ടോ? എനിക്ക് ബെനറ്റിനെ അസെൻഡ് ചെയ്യിക്കാനാ. എനിക്കിപ്പോ വേണ്ട ബെന്നിനൊക്കെ ശരിക്കും ബിൽഡ് ചെയ്ത് വെക്കണം. ആക്ച്വലി വന്നാണ് ലൈവ് സ്ട്രീം ആയിരുന്നു ബ്രോ. ഒഫീഷ്യൽ ലൈവ് സ്ട്രീം ഇപ്പൊ വന്നതുള്ളൂ. അപ്പൊ അത് ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞു. ബാക്കില് കാണാൻ പറ്റും. കോഡ് ബ്രോ ഞാൻ ഒന്ന് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കി ചാറ്റിൽ കിടക്കുകയാണ്. എൻ്റെ ഡിസ്കോഡ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗെൻഷിൻ മീഡിയ എന്ന് പറഞ്ഞൊരിത് കാണാം. അതിൽ കോഡ്സ് ഇട്ടിട്ടുണ്ട് ബ്രോ. 3 കോഡ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ കിട്ടും. ഓക്കേ ബ്രോ ഏതാ AR മെയിൻ ആരാ? 晴れてよかった。出ないと本がカビてしまう。形は精神と共にあれ。
全距離確認。吸引テスト開始。雪を前。桜吹雪。To see you nuking. ആരുടെ അൾട്ടൊന്നും ഓണാവാതെ വെറുതെ പോയി അടിച്ചിട്ട് വെറും ഒന്നും കിട്ടിയില്ല. എനിക്ക് എത്ര തവണ ചെയ്യണമെന്ന് അറിയാം. ആർക്കും പൈറോടെ ഇപ്പം ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും. എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി. എനിക്ക് ബെനറ്റിന് ഞാൻ ഇതുവരെ അസെൻഡ് ചെയ്യിച്ചില്ല. 18 അസെൻഡ് ചെയ്ത് വെക്കായിരുന്നു. എനിക്ക് അന്ന് ഇതുവരെ ചെയ്തില്ല. എനിക്കൊന്ന് അസെൻഡ് ചെയ്ത് വെക്കണം ബെന്നിനെ. പതിനഞ്ചെണ്ണം വേണം. 15 വേണം എന്ന് പറയുമ്പോൾ ഒരു 7 തവണ ചെയ്താൽ കിട്ടും. 7 തവണ വേണ്ട ശരിക്കും. 3 കുറെ കിട്ടിക്കഴിഞ്ഞാൽ മോറയുടെ കുറച്ച് ആവശ്യമുണ്ട് ആക്ച്വലി. സ്റ്റിൽ ഗോട്ട് എ ലോട്ട് ഓഫ് ക്യാരക്ടർ. നീ ഒരു കാര്യം ചെയ്താൽ മതി. നീ നിനക്കിപ്പോൾ ഏത് ടീമാണ് മെയിൻ ആയിട്ട് എന്നുള്ളത് ആ ഒരു ക്യാരക്ടേഴ്സിന് മാത്രം ബിൽഡ് ചെയ്താൽ മതി. ബെന്നിന് ആവശ്യം ഉണ്ടെങ്കിൽ നിനക്ക് റെയ്ഡൻ നാഷണൽ യൂസ് ചെയ്യുന്നുണ്ടോ നീ? ബെന്നിനെ 80 വരെ ആക്കിയാൽ പോലും 90 ആക്കുന്നില്ല ബ്രോ. അത് ബെന്നിനെ 80 അസെൻഡ് ചെയ്യിച്ചിട്ട് എനിക്ക് ടാലൻസ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാ. C4 ലൈക്ക് അപ്പം എനിക്കൊന്ന് അൾട്ടൊന്ന് അപ്പ് ചെയ്യണം. ഈയും കൂടെ ഇതിനു വേണ്ടിയിട്ടാ. ഷിൻസുവിനെ ഞാനിത് ഇപ്പം അസെൻഡ് ചെയ്യിച്ചേ ഉള്ളൂ. 17 അസെൻഡ് ചെയ്യിച്ചേ ഉള്ളൂ. അല്ലാതെ ബെന്നിന് 90 ആക്കാനല്ല. പക്ഷെ ബെന്നി 90 ആക്കിയാലും വെറുത്താണ് ബ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ I'm gonna nuke emblem domain. അത് ലാസ്റ്റ് പോയപ്പോഴൊന്നും നല്ലതൊന്നും കിട്ടിയില്ലായിരുന്നല്ലേ. Can you tell me what to give me Bennett? നീ എന്ത് ബിൽഡാ ഉദ്ദേശിക്കണേ ബെന്നിക്ക്? ചാറ്റ് ഫുൾ ഇംഗ്ലീഷ് ആണല്ലോ. ഒന്നോ എവിടെ മലയാളം അല്ലേ? അല്ല ഇംഗ്ലീഷ്. അത് അങ്ങനെയൊക്കെയാ. അത് പിന്നൊന്നുമില്ല. ഫുൾ എനിക്ക് ഡിഫൻസ്. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ലല്ലോ. നേരെ ഓപ്പോസിറ്റല്ലേ തരുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. സപ്പോർട്ടോ 4 പീസിന് ഓബ്ലസ് കൊടുറാ. എന്നിട്ട് അറ്റാക്ക് ഉള്ളത് കൊടുക്കും. ബെന്നി അനുസരിച്ച് നല്ല ഡാമേജ് കൊടുക്കും. നിന്റെ അക്കൗണ്ടാണോ മറ്റേ അക്കൗണ്ടാണോ? നീ ഷോക്കേസിൽ ഇട്ടിട്ടുണ്ടോ? എടാ ആക്ച്വലി എല്ലാ HP കൊടുക്കണം എന്നില്ലടാ. അറ്റാക്ക് കൊടുത്താൽ മതി. അറ്റാക്ക് സാൻസ് ഈ ഫുൾ HP കൊടുക്കണം എന്നില്ല. ബെന്നി നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കും. കൈറ്റോടെ ബിൽഡ് കണ്ടിട്ടില്ലേ? കൈറ്റോ ഷോക്കേസ് എന്നത് എടുത്ത് കളഞ്ഞോന്ന് എനിക്കറിയില്ല. അവൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൈറ്റോടെ ബിൽഡ് കാണിച്ചു തരാം. അതൊക്കെ ശരിക്കും പക്ഷെ ബെന്നി അതുപോലെ ഡാമേജ് കൊടുക്കും. അവൻ്റെ വെറുതെ അവനെടുക്കുന്ന ഡാമേജ് വെറുതെ എന്തിനാ കളയണത്? അതെ. ഡിസ്കോഡിന്റെ ലിങ്ക് ബ്രോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ബ്രോ. ഡിസ്കോഡ് ലിങ്ക് ഞാനത് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് എടുത്തിടാം. വെയിറ്റ്. ഞാൻ ബിൽ ബെന്നി കൈറ്റോ അതവൻ എടുത്ത് കളഞ്ഞെന്ന് എനിക്കറിയാൻ പാടില്ല. നോക്കട്ടെ. ചിലപ്പോൾ അയാക്കേനെ എടുത്തുകൊണ്ട് അയാക്കേനെ എടുത്ത് ഷോക്കേസിലിട്ട് കാണും. ഇല്ല ബെന്നി ഉണ്ട്. പൈറോ ഡാമേജ് ബോണസ് അവൻ ER കൊടുത്ത അറ്റാക്ക് HP. റൈറ്റ്.
ER-ഉം ഇതും അവിടുത്തെ. വെപ്പൺ നിനക്ക് ഇതില്ലേ? സോഡ് നിനക്ക് ഈ സോഡ് ഉള്ളതല്ലേ? ഇത് DPS തന്നെയല്ലേ? 1.4. ലൈക്ക് HP മാറ്റിയിട്ട് നീ അറ്റാക്ക് സാൻസ് കൊടുത്താൽ മതി. വേറെ ഇതൊന്നുമില്ല ആ ബിൽഡില്. ബാക്കിയെല്ലാം സ്റ്റാർട്ടൊക്കെ നടക്കുന്നുണ്ട്. പാർക്ക് ബ്രോ ഡിസ്കോഡ് ജോയിൻ ആയോ? അതോ ഞാൻ ലിങ്ക് ഇടണോ അവിടെ? HP ആവശ്യമില്ല ശരിക്കും. ഞാൻ HP ബിൽഡായിരുന്നു യൂസ് ചെയ്തോണ്ട്. എൻ്റെ ബെനറ്റ് ബിൽഡൊന്നും അല്ല, HP ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ അത് ഈ സാൻസ് HP-യും ഗോബ്ലറ്റ് ഇത് ഇപ്പം നിലവിൽ എൻ്റെ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ടാ ഈ 2 HP യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് പൈറോ ഡാമേജ് ബോണസ് കൊടുക്കുന്നതിന് ഞാൻ അറ്റാക്കാണ് കൊടുത്തത്. വെനീനൊന്നും ചെയ്തിട്ടില്ല ആക്ച്വലി. ഓക്കെ ബ്രോ. ബെനറ്റ് നല്ല രീതിയിൽ ഡാമേജ് എടുക്കും ശരിക്കും. എന്നെ ഫ്രണ്ട് ആക്കുമെന്നോ? ബ്രോ ആക്ച്വലി ഫ്രണ്ട് ലിസ്റ്റ് ഫുള്ളാണ് ബ്രോ. ഇതുണ്ടോ, ഇനി ആക്റ്റീവ് അല്ലാത്ത കുറച്ച് പേരെ ലൈക്ക് റിമൂവ് ചെയ്യാനുണ്ട്. പിന്നെയും കുറേ റിക്വസ്റ്റ് കിടപ്പുണ്ട്. എന്ന് നോക്കിയിട്ട് ഞാൻ കുറേ പേര് റിമൂവ് ചെയ്യാനുണ്ട് ബ്രോ, എന്നിട്ട് ആഡ് ചെയ്യാം. ബ്രോ നിനക്ക് ലൈക്ക് ഏത് രീതിയിൽ ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് ബിൽഡ് ചെയ്യും ബ്രോ. DPS ആണെങ്കിൽ DPS-ഉം തന്നെ അടിപൊളിയാണ്. സപ്പോർട്ട് ക്യാരക്ടേഴ്സിനൊക്കെ ഷവനെ പുൾ ചെയ്യണോ കസുവനെ പുൾ ചെയ്യണമെന്നോ? അത് ഭയങ്കര ഒരു ബ്രോയുടെ ടീം ഏതൊക്കെയാ? 2 ടീമിലും മെയിൻ DPS ഉണ്ടോ? ലൈക്ക് ബ്രോയ്ക്ക് എന്താണ് ഇപ്പോൾ ശരിക്കും ആവശ്യം? ഒരു DPS-നെ ആണോ അതോ ലൈക്ക് എന്താ ആവശ്യം നോക്കിയിട്ട്? അല്ലെങ്കിൽ കസുവ ശരിക്കും ആവശ്യമുള്ളൊരു ക്യാരക്ടറാണ് നമുക്ക്. എല്ലാവരും നോക്കിയിരിക്കണേ കസുവ വരാൻ. എനിക്ക് ഓൾറെഡി ഷാവ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തവണത്തെ ഇതിന് പോകുന്നില്ല, കോൺസ്റ്റലേഷന് പോകുന്നില്ല. കാരണം ഷാവയുടെ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി C1 ഉണ്ട്. C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിൽ ഇല്ലെങ്കിൽ എനർജി റീചാർജ് 25% ഇൻക്രീസ് ആണ്. എടുക്കണം എന്നൊക്കെ ഉണ്ട് ആക്ച്വലി, പക്ഷേ ഏലാൻ എടുത്തിട്ട് എനിക്ക് സേവ് ചെയ്യണം. കസുവ സപ്പോർട്ടാണ് ബ്രോ, കാരണം ഭയങ്കര വലിയൊരു സപ്പോർട്ട് ക്യാരക്ടറാണ്. കസുവ ഉണ്ടെങ്കിൽ പല കോംപ്ലിക്കേറ്റഡ് ഫൈറ്റ്സ് ഒക്കെ ചുമ്മാ സിമ്പിളായിട്ട് വാല്യൂ മിനിമം CR ഗുഡ്. പിന്നല്ല മതി ഗുഡ് വാല്യൂ. നീ ആരുടെ കാര്യം ചോദിക്കണേ ക്വസ്റ്റ്യനെ? ബ്രോ വെയിറ്റ്, ഇവന്റെ ബിൽഡ് കണ്ടോ ഇപ്പൊ ഈ ചാറ്റിലുള്ള?
അവൻ്റെ കസുവാണിത് 931 EM. EM ബിൽഡും അതെ EM ബിൽഡും DPS ബിൽഡും ഉണ്ട്. ഇത് കണ്ടോ 931 ഉണ്ട് എലമെന്റൽ മാസ്റ്ററി. ചുമ്മാ സീനായിരിക്കും കസുവ. അറ്റാക്കും ഉണ്ട്. ട്രിപ്പിൾ ക്രൗണ്ട് ആണോ ഒന്ന് ആലോചിച്ച് പോയിക്കേ. ഈ അവന് ഫ്രീഡം സോൺ അവന് മറ്റേ ഇത് സോഡ് എടുത്തിട്ടുണ്ട് അവൻ. ഇവന് കസുവയുടെ കോൺസലേഷൻ ഇതിനകത്ത് കാണിക്കാനും പറ്റില്ലല്ലോ. ക്യാരക്ടർ ആക്കിയോ. കസുവയുടെ കോൺസ് എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, കസുവയുടെ സീറ്റ് വേണ്ട. EM ബിൽഡാണ് ബെറ്റർ. DPS വേണ്ട, നമുക്ക് DPS കൂടെ സപ്പോർട്ടിനാണല്ലോ വേണ്ടത്. EM ബിൽഡാണ് വേണ്ടത്. ഇതുണ്ട് കസുവയുടെ സീറ്റ് വേണ്ടോ. ഇൻക്രീസസ് എലമെന്റൽ മാസ്റ്ററി ബൈ 200. അതെ, അതുപോലെ തന്നെ ഇൻക്രീസസ് എലമെന്റൽ മാസ്റ്ററി ഓഫ് ദ ക്യാരക്ടേഴ്സ് വിത്തിൻ ദ ഫീൽഡ് ബൈ 200. എന്താണ് ഐ വാസ് ആസ്കിങ് വാട്ട് സബ്സ്റ്റാറ്റ്. എടാ ER-ഉം അറ്റാക്ക് പെർസെൻറ്റേജും അല്ലേ വേണ്ടത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ER-ഉം അറ്റാക്ക് പെർസെൻറ്റേജ് അത് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം EM കൊടുക്കുക. C1 നല്ലതാ. ക്യാരക്ടറിനെ എടുക്കാൻ പോലും പറ്റുന്നില്ല, പിന്നെയാണ് സീറ്റ്. അല്ല ബ്രോ, ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പണ്ട് നേരത്തെ കസുവ കിട്ടിയവർക്ക് എടുക്കാലോ, അതാണ് ഉദ്ദേശിച്ചത്. അല്ല ഞാൻ ഒറ്റയടിക്ക് സീറ്റ് എടുക്കുന്ന കേസല്ല ഉദ്ദേശിച്ചത്. FTP ആണെങ്കിൽ അതെ ER വേണം. എനിക്ക് ഇട്ടോനെ എടുത്താൽ കൊള്ളാന്നുണ്ട് ഏലാൻ. പക്ഷെ അത് കഴിഞ്ഞ് 2.8 കസുവ വരുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ എനിക്ക് ഈ ഏലാനിൽ 50-50 ലോസ് ആവുമോ, അത് അവളെ കിട്ടുമോന്ന് പോലും ഒരു പിടുത്തമില്ല. ലൈക്ക് നോ ഐഡിയ ശരിക്കും. Or you need luck to get C. എനിക്കിപ്പോഴും കോൺസലേഷൻ്റെ ലക്കിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ആ പണ്ടത്തെ ലക്ക് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നാ ഞാൻ ആലോചിക്കണേ. ഷവയുടെ ആ ബാനറിലുണ്ടായിരുന്ന ലക്ക് ഇത്തവണയും കിട്ടുമായിരുന്നെങ്കിൽ. ഷവായിരുന്നല്ലോ എനിക്ക് ആ ടൈമിൽ ലക്കി. മേ ബി എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രീമറിലൊക്കെ അതൊരു വല്ലാത്ത ലക്കായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ആ ടൈമിൽ എനിക്ക് ആ ഗെയിമിനെ പറ്റി ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു. C1 ഷാവ് ഡിഫൻസ്. ഇവിടെയും ഡിഫൻസ്, എവിടെ നോക്കിയാലും ഡിഫൻസ്. സൂക്രോസിന് കുറച്ച് ഫാം ചെയ്യാൻ പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അയാൾക്ക് സീനാണല്ലേ. അയാൾക്ക് എൻ്റെ ഉള്ളതിൽ ഇപ്പം ഏറ്റവും നല്ല ബിൽഡ് എന്ന് പറഞ്ഞാൽ അയാൾക്കാണ് ബ്രോ.
45,216 ഉണ്ട്. ER 130 ഉണ്ടെങ്കിൽ ഒരു 130 അബോ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാ. പക്ഷെ എനിക്ക് 125 ഉള്ളൂ. ആടാകില്ല. പോയിട്ടോ ഇതിലുള്ളതിൽ ബെറ്റർ അയാക്കെയാണ് ബ്രോ. ക്രൗൺ ചെയ്യിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഈയും കൂടി ഒന്ന് ക്രൗൺ ചെയ്യിച്ചാൽ മതി എനിക്ക്. ആക്ച്വലി ഇന്ന് എലഗൻസ് ഉണ്ട്. ഓക്കെ, അയാക്കയുടെ ഈ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓ 6:45 ഞാൻ എപ്പോഴും സ്ട്രീം ഇട്ടെ. ഓക്കെ. മുക്കാലായി. അപ്പെക്സ് മൊബൈൽ ഇടാനുണ്ടല്ലോ. ഓ ഇലക്ട്രോ വേണോ ഇതിനകത്ത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു 7 മണി കഴിയുമ്പോൾ ഞാൻ സ്ട്രീം നിർത്തും. എന്നിട്ട് എനിക്ക് ആ മൊബൈൽ ചെയ്യണതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാനുണ്ട്. എന്നിട്ടൊരു 7:45 ആകുമ്പോഴേക്കും സ്ട്രീം തുടങ്ങാമെന്ന് ഞാൻ ആലോചിക്കണേ. മൊബൈലേ നൈറ്റ് കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. സീനാണല്ലോ. അയാൾക്കിപ്പോ ചാവും. അത് ആദ്യം തീർത്താൽ മതി. അവൻ ചാടിപ്പോയത് ശ്രദ്ധിച്ചില്ല. ലൈറ്റ് ഫാം ചെയ്തിട്ടാണോ? ലൈറ്റ് ഇവിടെ അല്ലേ? തോന്നി. ഈ ഡൊമൈൻ ട്രൈ ചെയ്യുന്നുണ്ടോ ഇനി? ആക്ച്വലി ബ്രോ ഞാൻ പതിയെ നിർത്തിയാലോ എന്ന് ആലോചിക്കണേ. കാരണം വെച്ചാൽ അടുത്ത ലൈവ് സെറ്റ് ചെയ്യാനുണ്ട് ബ്രോ. ഞാനിപ്പോൾ തന്നെ ഞാൻ നിർത്തുമോ? ഞാൻ ഒരു തവണ ജസ്റ്റ് ഒന്ന് കയറിയതാ. ഇനി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ മൊബൈൽ ചെയ്യാനുള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ സ്ട്രീമൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് മുന്നേ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ബ്രോ. ഓക്കെ മാം. ലൈറ്റ് ഫോർ ബോത്ത്. രണ്ട് പേർക്കും. ആൻഡ് മൈ റൈഡർ ഇൻ സ്റ്റിൽ നോട്ട് ക്രൗണ്ട്. അൾട്ട് ക്രൗണ്ട് അല്ലേ എൻ്റെ റൈഡറിൻ്റെ? ആ 9ൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്
എത്ര കാലമായി ഇത് കണ്ടോ, ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഹാൻഡ് ഗാർഡ് മാത്രം ഫാം ചെയ്താൽ മതി. എനിക്ക് മടിയായിട്ടാണ് ഹാൻഡ് ഗാർഡ് ഫാം ചെയ്യാൻ, മടുത്ത്. എത്ര പേർക്ക് വേണ്ടി ഹാൻഡ് ഗാർഡ് ഫാം ചെയ്തിപ്പോൾ, അയാൾക്കൊക്കെ വേണ്ടി റേറ്റിന് വേണ്ടി ഞാൻ അൾട്ട് ചെയ്തില്ലേ ഞാൻ? അപ്പം തന്നെ ആ ടൈമിൽ തന്നെ ഞാൻ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ലൈവ് നിർത്തുവാണ്. ഇനി ആ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ. അവർ രണ്ടുപേരും സെയിം മെറ്റീരിയലല്ലേ. എല്ലാവർക്കും ബൈ. ഞാൻ ഒരു മാക്സിമം 1 hour അതിൻ്റെ ഉള്ളിൽ 1 hour നടക്കില്ലായിരിക്കും. അതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഇടുമായിരിക്കും. Bye bye. Bye. Take care. Bye bye.